ഹലോ, ഇന്ന് ഞാൻ ഷാർജ ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ സീസണിൽ കുറേ പഴമൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഷാർജ ഷേക്ക് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ആദ്യം ഞാൻ ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത്. 2 അത്യാവശ്യം വലിപ്പമുള്ള പഴം എടുത്തിട്ടുണ്ട്. അതിനുശേഷം കടലയാണ്, പീനട്ട്സ് എന്ന് പറയുമല്ലോ, കപ്പലണ്ടി എന്നൊക്കെ നമ്മൾ പറയും. അത് തോല് കളഞ്ഞ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. അത് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ഒരു മധുരത്തിനനുസരിച്ച് ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാരയെ ഇവിടെ ആഡ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം പാലാണ്, ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് പാസ്ചറൈസ്ഡ് ആണ്, ബോയിൽ ചെയ്യാത്ത പാലാണ്. അല്ലാത്ത പാലാണെങ്കിൽ നിങ്ങൾ തിളപ്പിച്ച് ഫ്രീസ് ചെയ്ത് പാൽ ഉപയോഗിക്കുക. അത്യാവശ്യം കട്ട മതി, ഒരുപാട് കട്ടയായാലും അടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനുശേഷം ഞാൻ 3 ടീസ്പൂൺ ബൂസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. ബൂസ്റ്റ് ഇല്ലെങ്കിൽ ഹോർലിക്സ് ആണെങ്കിൽ ആഡ് ചെയ്തോളൂ, പക്ഷേ റെസിപ്പിയിൽ നമ്മൾ ബൂസ്റ്റ് ആഡ് ചെയ്താലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഷാർജ ഷേക്ക് കിട്ടുന്നത്. ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ ഷാർജ ഷേക്ക്. ഇനി നമുക്ക് ഇതിനൊന്ന് അലങ്കരിക്കാൻ കുറച്ച് ബൂസ്റ്റൊക്കെ മേലിട്ട് കൊടുക്കാം. ചെറിയ പീസ് പഴമൊക്കെ വെച്ച് അലങ്കരിച്ച് ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യുകയാണെങ്കിൽ കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടൻസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.